അലകൾ പടകിൽ ആടിച്ചെന്നാൽ അല്ലല്ലൊരൽപ്പവുമില്ലെനിക്ക്. ആഴിയും കുഴിയും വെമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ആഴിയും കുഴിയും വെമ്മിച്ച നാഥൻ അഭയമായെന്നരികിലുണ്ട്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 10 വാക്യം. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. മനുഷ്യൻ്റെ ജീവിതം താൽക്കാലികമാണ്. എത്ര ജ്ഞാനമുണ്ടെങ്കിലും എത്ര സമ്പത്ത് സമ്പാദിച്ചാലും മനുഷ്യനൊരു ദിവസം ഈ ലോകം വിടേണ്ടി വരും. നാം ശാശ്വതമായി ഇവിടെ ജീവിക്കുവാൻ വന്നവരല്ല. സമ്പത്തും ശാശ്വതമല്ല. നമ്മൾ ജീവിതം മുഴുവൻ പരിശ്രമിച്ച് സമ്പാദിക്കുന്ന സമ്പത്ത് അവസാനം മറ്റുള്ളവർക്കാണ് പോകുന്നത്. അതുകൊണ്ട് സമ്പത്ത് നമ്മുടെ ലക്ഷ്യമല്ല, അത് ജീവിതത്തിൻ്റെ ലക്ഷ്യവുമല്ല. ദൈവത്തിൽ നിക്ഷേപിക്കുന്ന ജീവിതം മാത്രമാണ് ശാശ്വതം. സമ്പത്തിലും അഭിമാനത്തിലുമല്ല, ദൈവത്തിൽ വിശ്വാസം വെച്ച ജീവിതമാണ് വിലപ്പെട്ടത്. നാം ദൈവത്തോടുള്ള ബന്ധം വളർത്തുമ്പോൾ നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നു. പ്രിയരെ, നാം ജീവിക്കുന്നത് ലോക നേട്ടങ്ങളിലാണോ അതോ ദൈവത്തിനായിട്ടാണോ? സമ്പത്ത് ചിലപ്പോൾ നമ്മെ ഇവിടെ സഹായിച്ചു എന്ന് വരാം. എന്നാൽ ആത്മാവിനെ രക്ഷിക്കുന്നത് ദൈവകൃപ മാത്രമാണ്. അതുകൊണ്ട് സമ്പത്തിനേക്കാൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. ഭൂമിയിലെ കാര്യങ്ങളെക്കാൾ സ്വർഗീയ മൂല്യങ്ങൾ നേടുന്നവരാകണം. ദൈവത്തോടുള്ള ബന്ധം നമുക്ക് ശക്തമാക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം ഈ ലോകത്ത് അനുഗ്രഹമാകുകയും ശാശ്വത ജീവിതത്തിന് മഹത്വമായിരിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ഈ ലോകത്തിൽ വ്യത്യസ്തതയോടെ ജീവിക്കുവാനുള്ള കൃപ നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.